Pisha Reddy onto the stage. Thank you so much. Requesting everybody to please come back to the auditorium once again. Pisha Reddy വേണോ ചായക്ക് കടി വേണോ എന്ന് ചോദിച്ചാൽ ഞാനും കടിയായിട്ട് മത്സരിച്ച കടിയേ ജയിക്കുള്ളൂ. ഇവിടെ ഒരു പുറത്തൊരു ചായക്കട തുടങ്ങുന്നതായിരുന്നു അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. രണ്ടായാലും കൊള്ളാം, ചായ കുടിക്കുക, കാര്യങ്ങൾ ഇടക്കട്ടെ, ഇതൊക്കെ ഒരു രസമാണ്. ഇതൊന്നും അങ്ങനെ ഭയങ്കര ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലെവലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പരിപാടികളിൽ അത്തരത്തിൽ പരിപാടിയല്ല. വളരെ രസത്തോടു കൂടി തന്നെയാണ് ഞാനും പുതിയ ആശയങ്ങൾ കണ്ടതും കേട്ടതും എല്ലാം. അപ്പം ഞാൻ ഈ ഷംനാഥിനോട് പറഞ്ഞു, ഞാൻ ഒരു തവണ സംസാരിക്കാം, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട, അവരുമായി സംസാരിക്കാം, അതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു തീർന്നു എന്ന്. അപ്പോൾ എന്നോട് പോകരുത്, അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ സിനിമയൊക്കെ ഇപ്പോൾ 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ ചെയ്തിട്ട് രണ്ടാമത് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത് തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് പടങ്ങളൊന്നും കാര്യമായിട്ട് കളക്ട് ചെയ്ത ചരിത്രമില്ല. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ചോദിച്ചോളൂ ഫാത്തിമ. അല്ല, നമ്മൾ ഷിഹാബ് താങ്കൾ വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതാണ്. ഓക്കെ, വെൽ, എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി നോ യു ആസ് ആൻ ആക്ടർ. ഞാൻ ഒന്നുകൂടി ഇവർ വീണ്ടും എല്ലാം ഈ മേശ ഇട്ടിരുന്നാലുള്ള കുഴപ്പം എന്താ പറയുക, കൈ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു കൈ അടിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ വളഞ്ഞിരിക്കണം കുറേ പേര്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നുകൂടെ ഒന്ന് സംഗതി മൂക്കട്ടെ, കാര്യങ്ങൾ തുടങ്ങട്ടെ, എന്നിട്ട് തുടങ്ങാം. പറഞ്ഞോ ഫാത്തിമ, ചോദിക്കും. So, see, first of all, for me to see you in this event was great surprise. Thank you. Okay, because it is properly a business event. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് I just know and I started knowing, like, you know, you had given a wonderful speech. It's not just a business event. It's a business event plus ചായയും കടിയും ഫുഡും. That's the great finding. അതാണ് ഇന്ന് ഇവിടുത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി രമേഷിന് മനസ്സിലായത് അല്ലേ? മനസ്സിലായി. UAയിലെ എല്ലാ ഈവെന്റ്സിലെയും ഹൈലൈറ്റ് ആണ് വി ഹാവ് എ ടീ ബ്രേക്ക്. അത് മാൻഡേറ്ററി ആണ്. സോ that's what I was saying. എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്നെ I was like surprised to see you here. And I know you as an actor, okay, as a director. In a movie industry, it's a big industry, yes, right? So there is a lot of business opportunity within the industry itself. Sure. Production, company, being a producer, having a production company, etc., etc. So have you thought about anything like that? What? To begin your own production company? No, I own a production company. ആൻഡ് ഞാൻ മമ്മൂക്കനെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടത്തിനകത്ത് എനിക്ക് പ്രൊഡക്ഷൻ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ടെലിവിഷൻ പ്രൊഡക്ഷനിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി പുറത്തുനിന്ന് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഉണ്ട്. കാരണം നമ്മുടെ ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡഡ് വർക്കാണ്. നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ നമുക്ക് ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ജോലി ഞാനും കൂടെ കുറച്ച് ഉണ്ടാക്കണം, കുറച്ചുകൂടെ എൻ്റെ സൗകര്യത്തിനും എൻ്റെ ഇഷ്ടത്തിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാവരും, സാറ്റലൈറ്റ് എന്ന് മാത്രമല്ല നിങ്ങൾ ഉൾപ്പെടെ ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു സ്ഥലത്ത് നിൽക്കുക. പഴയ പോലെ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെയൊക്കെ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ താഴെ ആയതുകൊണ്ട് നാഷണൽ ക്ലയൻസിനെ കിട്ടുക, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ അവരുടെ അടുത്ത് പോവുക എന്നൊന്നും പറയുന്നത് എളുപ്പമല്ലാത്ത അവസ്ഥയിലോട്ട് ഇത് പോയി തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ ഇറ്റ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുറച്ച് ഒന്ന് ഏതൊരു സെഗ്മെന്റ് ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇറങ്ങി വി നീഡ് ടു സീ വാട്ട് ഈസ് ദ ഗെയിംസ്, വാട്ട് ആർ ദ തിങ്സ് ഹാപ്പനിങ് ദെയർ അല്ലേ? അതിനുശേഷം വി ഷുഡ് ആക്ച്വലി ട്രൈ ടു ഡു സംതിങ് ഓൺ അവർ ഓൺ for a long term prospect. നമ്മുടെ ഒരു പ്രധാന വരുമാനം പ്രത്യേകിച്ച് ഈ സാറ്റലൈറ്റ് ചാനലിൻ്റെ അല്ലെങ്കിൽ കേരള വിഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവർക്ക് ബ്രോഡ്ബാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത് മാറ്റി നിർത്തിയ പ്രധാന വരുമാനം പരസ്യം എന്ന് പറയുന്നത് തന്നെയാണ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ AI ഉപയോഗിക്കുന്നു, ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് വന്നു. മാത്രമല്ല വേറൊരു വലിയ മാറ്റം വന്നത്, നമ്മൾ കലയിൽ വരുമ്പോൾ നമ്മൾ കലാകാരനായിരിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ കലയിൽ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഇതിന് തന്നെ നിങ്ങൾ നല്ല കണ്ടൻറ് ഉണ്ടാക്കണം എന്നൊരു വാക്ക് വന്നു. കണ്ടൻറ് എന്നുള്ള വാക്ക് കലയിൽ വന്നു. എല്ലാ കലയും കണ്ടൻ്റാണ്, എല്ലാ കണ്ടൻറ്റും കലയല്ല. ഡിജിറ്റൽ സ്പേസിലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടൻ്റാണ് ആവശ്യം. അപ്പോൾ ഒരു കലാകാരനെ അംഗീകരിക്കുമ്പോൾ പലപ്പോഴും ഇത് കാണുന്ന ഒരാളേക്കാൾ സുപ്പീരിയർ ആയിരിക്കും ഈ കലാകാരൻ. ദാസേട്ടനെ പാട്ട് കേട്ട് നമ്മൾ ആരാധിക്കണമെങ്കിൽ ദാസേട്ടന് നമ്മളെക്കാൾ പാടാൻ കഴിവുണ്ട് എന്ന സമ്മതിക്കൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പക്ഷേ നിങ്ങൾ ഡിജിറ്റലിലൊക്കെ നോക്കിയാൽ വളരെ മോശമായി പാടുന്ന,
തിയേറ്ററിൽ റിവ്യൂ പറയുന്ന അല്ലെങ്കിൽ അതിൽ ഇതിൽ നടന്ന് മണ്ടത്തരം കാണിക്കുന്ന ആളുകൾ 4 തെറി കേട്ടാലും അവർ പെട്ടെന്ന് വളരെ പോപ്പുലർ ആവുന്നുണ്ട്. അവരെ സാറ്റലൈറ്റ് ചാനലുകളിലെ ഷോസിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അതിന് കാരണം അവരെ കാണുമ്പോൾ നമ്മൾ നല്ലതാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു എന്ന് പറയുന്നൊരു സുഖമുള്ളത് കൊണ്ട്, നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വളരെ സുപ്പീരിയർ ആയിട്ട് തോന്നും. അപ്പോൾ 2 തരം സുഹൃത്തുക്കളെ നമ്മൾ എടുക്കും. ഒന്ന് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്തായവൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് സുഹൃത്താക്കാം. മറ്റൊന്ന് പലരും സുഹൃത്താക്കി വെക്കുന്നത് നമുക്ക് നമ്മളെപ്പറ്റി എന്ത് തോന്നുന്നു എന്നാണ് അവൻ തോന്നിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര നല്ലതാണ്, സൂപ്പറാണെന്നൊക്കെ അവൻ നമ്മളെ തോന്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ സൂപ്പറായിട്ട് സുഹൃത്തായിട്ട് കൂട്ടത്തിൽ വയ്ക്കും. ഈ കണ്ടന്റിനൊരു വലിയ പ്രത്യേകത, പലതും നമ്മളെ അങ്ങനെ തോന്നിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പലതിലും പോകുന്നു. അപ്പോൾ കല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ സൈഡിലും അത് ഭയങ്കര കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ടൊക്കെ പരസ്യം വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്പേസ് ഭയങ്കരമായിട്ട് വലിയ തോതിൽ 9,000 കോടിയോ മറ്റാണ് ഇന്ത്യയുടെ ഒരു കൊല്ലത്തെ വാർഷിക പരസ്യ വരുമാനം എന്ന് പറയുന്നത്. അതിപ്പം വളരെ സ്പീഡായിട്ട് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ക്ലയൻസും പണ്ട് ചെയ്തിരുന്ന പോലെ പരസ്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാധ്യമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ ദീർഘവീക്ഷണത്തോടെ വന്ന കാര്യങ്ങൾ. ഇപ്പോൾ യൂട്യൂബ് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 2 രീതിയിലാണ്. ഒന്ന്, യൂട്യൂബിൽ പരസ്യം കാണിക്കുന്നതിൻ്റെ പൈസ. മറ്റൊന്ന്, നമ്മൾ പരസ്യം കാണാതിരിക്കുന്നതിൻ്റെ പൈസ. നമ്മൾ പരസ്യം കാണാതിരിക്കണമെങ്കിൽ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ പൈസ മേടിച്ചിട്ട പരസ്യം നമ്മൾ കാണണം. 2 സൈഡിൽ നിന്നും പൈസയുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷനുകൾ പലപ്പോഴും ഈ നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലില്ല. അതാണ് പ്രകടമായ ഒരു മാറ്റം. ഞാൻ വേറെ എന്തോ എന്നോട് ചോദിച്ചത് കമ്പനി തുടങ്ങാനല്ലേ, അപ്പൊ ഞാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. അല്ല, ആക്ച്വലി അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. ശരിക്കും ദീസ് ആർ സംതിങ്സ് ദാറ്റ് ഈവൻ ഐ വാണ്ടഡ് ടു റിയലി അണ്ടർസ്റ്റാൻഡ്. ഇൻഫ്ലുവൻസേഴ്സ്, അവരുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിങ്, ഹൗ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ ഒരു കാര്യമുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രാത്രി നിങ്ങളൊരു കാട്ടിക്കൂടെ നടക്കേണ്ടി വന്നാൽ അവിടെ ഒരു പാമ്പുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും, ഒരു പൂമ്പാറ്റ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കാറുമില്ല. അതിൻ്റെ കാരണം ഈ പൂമ്പാറ്റ നമ്മളെ ഒന്നും ചെയ്യൂല എന്നുള്ള നമ്മുടെ ബോധ്യമാണ്. പക്ഷെ പാമ്പ് നമ്മളെ പിടിച്ച് കടിക്കും. അതുകൊണ്ടാണ് രാത്രി നടക്കേണ്ടി വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ രാത്രി റോട്ടിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ മാലാഖ വരുമെന്ന് വിശ്വസിക്കാത്തത്? പ്രേതം വരും, അല്ലെ കള്ളം വരും, നമ്മളെ തട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ അല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ നെഗറ്റീവുകളോടുള്ള നമ്മുടെ ആഭിമുഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ വാർത്തകളാണെങ്കിലും ഡിജിറ്റൽ സ്പേസിലാണെങ്കിലും നമ്മൾ കാണുന്ന സാധനങ്ങളിൽ ഒരു നെഗറ്റീവുള്ള സാധനം ഒരു പോസിറ്റീവുള്ള സാധനം കണ്ടാൽ പെട്ടെന്ന് ഈ നെഗറ്റീവ് ഉള്ളതിലേക്ക് നമ്മൾ പോകും. നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, 10 പേര് ഗുഡ് 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 എന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് നീ ഓടാവട്ടെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നോക്കി അവനൊരു മറുപടി കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന ടെൻഡൻസി നല്ലത് പറഞ്ഞ 10 പേരുടെ അടുത്ത് കാണിക്കത്തില്ല. അപ്പം നെഗറ്റീവ് എന്ന് പറയുന്നതിൽ നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അത് നമ്മൾക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാം. അതെ, വെരി ഗുഡ്, വെൽ സെഡ്. At the same way, marketing agencies, ഇപ്പോൾ ഈ AI integrations കാരണം ഒരുപാട്, as you said, there are a lot of business downfall, right, in that. So is there any ways, what do you think, ഇതിന്റെ future എന്തായിരിക്കും? AI is going to take over even in the advertising, or ഇപ്പോഴും, okay, let me say, because you are already in this industry, what do you feel? ഇപ്പോൾ ഇങ്ങനെ ഈ AI കൊണ്ട് ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ മോഡൽസ് വേണ്ട, മോഡൽസിന്റെ ഇത് കുറഞ്ഞു, കോൺസെപ്റ്റ്, H&Mന്റെ വിദേശത്തുള്ള ഒരു ഷോറൂമിലുള്ള എല്ലാ മോഡൽസും AI ആണ്. ആരും അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തില്ല. എവരിതിങ് ഈസ് ഗോയിങ് പ്രോംപ്റ്റിംഗ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉള്ള ഒരു പേ സ്കെയിൽ എല്ലാം കുറയാണ്. ഇറ്റ്സ് ബിക്കമിങ് ഗുഡ് ഫോർ ദി ഓൺട്രപ്രണർ. വാട്ട് ഡു യു തിങ്ക്? ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, ഓർ ദിസ് ട്രെൻഡ് വിൽ എൻഡ് വൺ ഡേ ആൻഡ് വിൽ കം ബാക്ക് ടു ദ നോർമൽ? ഈ ട്രെൻഡ് അവിടെ ഉണ്ടാകും. പക്ഷെ എപ്പോഴും നമ്മൾ ഇപ്പം രവിവർമ്മ വരച്ച ചിത്രം നമ്മൾ മേടിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണം. അതിൻ്റെ പ്രിന്റിന് നമുക്ക് നിസ്സാര വിലയ്ക്ക് കിട്ടും. അപ്പോൾ AI ഒരുപാട് ആളുകളെയും ഒരുപാട് സംവിധാനങ്ങളും ഉണ്ടാക്കി തുടങ്ങുമ്പം ഇത് ഒറിജിനലാണ് എന്ന് പറയുന്നതിൻ്റെ മൂല്യം കൂടും. ഇപ്പം ചില ഉടുപ്പുകൾ, ഇടയ്ക്കൊരു എൻ്റെ അയലോകത്തൊരു ചേച്ചി ഒരു സാരി എടുത്തുകൊണ്ട് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിന് എത്ര വില എന്ന് പറഞ്ഞു. അതിലുള്ള എല്ലാ മുത്തും ഒരു ചേച്ചി ഇരുന്ന് തുന്നി പിടിപ്പിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ സാരിക്ക് ഇത്രയും വില എന്ന് പറഞ്ഞു. അപ്പോൾ AI വന്ന് ഇത്തരത്തിൽ ഒരുപാടാകുമ്പം AI തമ്മിലുള്ള മത്സരത്തിൽ AI ചീപ്പാവുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാമെന്നുള്ളത് സ്ഥലം വരുമ്പം ഒറിജിനൽ എന്ന് പറയുന്നതിന് മൂല്യം ഉറപ്പായിട്ടും കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ചെറിയ
ഒരു കുറച്ച് കാലത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാറി കളർ വന്ന കാലത്ത് ഒക്കെ, അല്ലെങ്കിൽ എല്ലാ ഫിലിം മാറി ഹാർഡ് ഡിസ്ക് വന്ന കാലത്തൊക്കെ ഈ മാറ്റങ്ങളുണ്ടാവും. പിന്നെ എന്താണ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്, ഡിജിറ്റ്സ് എന്ന് പറയുന്നതിന് ഇപ്പോൾ വലിയ പങ്കുണ്ട്. നമ്മളെല്ലാ സാധനങ്ങൾക്കും ആളുകൾ ഡിജിറ്റ് ഉപയോഗിക്കുന്നു. നമ്മുടെ ഒരു ട്രെയിലർ ഇറങ്ങിയ പിറ്റേ ദിവസം നിങ്ങൾ നോക്കിക്കോളൂ, 1 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞ് അവർ വരും, 1000K ലൈക്ക് എന്ന് പറഞ്ഞ് അവർ വരും. നമ്മുടെ പരിപാടിയൊക്കെ പണ്ട് നമ്മൾ ചെയ്യുന്നു, ഇതിനോട് ഒരാൾ പറയുന്ന അഭിപ്രായം ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് മാത്രമാണ്. സിനിമ നിങ്ങൾ ഇറങ്ങിക്കോളൂ, സിനിമയുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ഡിസ്കഷൻ എത്ര നടക്കുന്നുണ്ട്. സിനിമ ഇറങ്ങിയ അപ്പം തന്നെ എത്ര കോടി കളക്ട് ചെയ്തു, ഇത് 100 കോടി ക്ലബ്ബിൽ കയറി, 200 കോടി ക്ലബ്ബിൽ കയറി, ഈ സിനിമയ്ക്ക് ഇത്ര ക്രോർ ലോസായി എന്ന് പറയുന്ന മുഴുവൻ ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിങ് നമ്മുടെ എല്ലാം ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. അത്രയധികം ഡിജിറ്റിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഈ ഡിജിറ്റിന് വലിയ പ്രസക്തിയില്ല. നമ്മൾ കൃത്രിമമായിട്ട് ഇതിന് ഭയങ്കര പ്രസക്തി ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ്. ചിലയിടത്ത് ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അതിനൊരു മാർക്കറ്റും അതിനൊരു മെറിറ്റും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. It is always there. It's always like that. Quality ആണ് എപ്പോഴും important than quantity. Okay, since you told about business and then you were ending up with person, ഇനിയിപ്പോൾ ഒരു വേറെ തന്നെ ഒരു question. Okay, you are known to have good relationship in the industry. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റിനെ കൂടെയുള്ള വെരി ലോങ് ടേം റിലേഷൻഷിപ്പ്, ദ കൈൻഡ് ഓഫ് ബോണ്ടിങ് ദാറ്റ് യു ഹാവ്, ധർമ്മജൻ ആയിട്ടുള്ളതാണെങ്കിലും ശരി, അരിചേച്ചി ആയിട്ടുള്ളതാണെങ്കിലും ശരി, all of those, especially with Mammootka and all that. Well, ഒരു ബിസിനസ്സിലാണെങ്കിലും what I believe is that an entrepreneur or an MD, chairman, CEO, whatever, you need to know how to manage, how to be close and taking care of your employees. അല്ലേ? അതും ഒരു റിലേഷൻഷിപ്പ് തന്നെ. So just connecting to your industry, how do you maintain or how do you manage this relationship, a long-term relationship? And you're known for that, Ramesh, that's the reason. ഈ നിങ്ങൾ എൻ്റെ ഉദാഹരണം പറഞ്ഞതെല്ലാം സൗഹൃദങ്ങളാണ്. ബിസിനസ്സിൽ അങ്ങനെ ഉള്ള റിലേഷൻഷിപ്പുകൾ സൗഹൃദമല്ല. നമ്മൾ സൗഹൃദമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. ചിലർ നമ്മുടെ കൊളീഗ്സാണ്, ചിലർ നമ്മുടെ മാനേജറാണ്, ചിലർ നമ്മുടെ അയലോക്കംകാരാണ്, ചിലർ നമ്മുടെ ബന്ധുക്കളാണ്, ചിലർ നമ്മൾ കണ്ടുപിരിയേണ്ടതാണ്. ഇതെല്ലാം സൗഹൃദമാണ് എന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. അവർ നമ്മുടെ ഹാപ്പിനെസ്സിൽ, നമ്മുടെ വെൽത്തിൽ, അവർ ആ ട്രിപ്പിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു ബസ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ബസ്സിന് എന്തെങ്കിലും പറ്റിയാലോ ട്രിപ്പ് നിന്ന് പോയാലോ അവരപ്പം തന്നെ ഇറങ്ങി പോകുന്നവരാണ്. അപ്പോൾ അതെല്ലാം സൗഹൃദമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനൊരു വലിയ ഗോൾ, 2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ. അത് പൈസ തന്നെയാണ്. എൻ്റെ ഈ സൗഹൃദങ്ങളിൽ ഞാനും ധർമ്മജനും 20 വർഷം സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചായ കുടിച്ചാൽ ഞങ്ങൾ വീതം വെക്കുമായിരുന്നു. പൈസ കൃത്യമാകുമ്പം ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യും. ബാക്കിയുള്ള സൗഹൃദങ്ങൾക്ക് വ്യാവസായിക ഉദ്ദേശമില്ല. എൻ്റെ കൂടെ അവൻ നടന്നതുകൊണ്ടോ അവൻ്റെ കൂടെ ഞാൻ നടന്നതുകൊണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ഗുണമുണ്ട് എന്ന് തോന്നുന്ന സൗഹൃദങ്ങളല്ല എൻ്റെ പല സൗഹൃദങ്ങളും. അത് ഒരാൾ ചില സമയത്ത് ഞാൻ ഏറ്റവും തുടക്കത്തിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ പറയാനും കേൾക്കാനും പങ്കുവെക്കാനും ഒന്നിച്ചിരുന്ന് മിണ്ടാനും ഒക്കെ പറ്റുന്ന, വെറുതെ വിളിച്ച് ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് ചില ദിവസം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സൗഹൃദം എന്നുള്ളത് പറഞ്ഞത്. അല്ലാത്ത ബിസിനസ്സുകളിൽ ഇത് അത്രമാത്രം ഇല്ല, സിനിമയിലും ഒന്നുമില്ല. അതെല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ട് എന്ന കാരണം കൊണ്ട് മാത്രമാണ്. അത് എംപ്ലോയീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, മാനേജറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, അതെല്ലാം നിങ്ങൾ ഭയങ്കര എംപ്ലോയീസ് സൗഹൃദമൊക്കെ 2 മാസം ശമ്പളം കൊടുക്കാണ്ടിരുന്ന് നോക്ക്, പൊക്കളയും അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ നമ്മളതങ്ങനെ സൗഹൃദമായിട്ട് നമ്മൾ അഭിനയിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരാവശ്യമുള്ളത് കൊണ്ട് അഭിനയിക്കുന്നതാണ്. അതൊന്നും ഒരു ബിസിനസ് തന്നെയാണ്. അതൊന്നും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല. വെരി ഗുഡ്, വെൽ എക്സ്പ്ലെയിൻ. ബിക്കോസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ദേ സേസ് ദാറ്റ് എംപ്ലോയിനെ അത്രയ്ക്ക് സ്നേഹിക്കുക, ഓക്കെ, ബി വെരി ക്ലോസ് ടു ദം. അത് അവൻ ഇടയ്ക്ക് പണി കുറച്ച് നോക്കട്ടെ, അവന്റെ കയ്യിൽ നിന്ന് റിസൾട്ട് ഇല്ലാണ്ടിരുന്ന് 3 മാസം കഴിയുമ്പോൾ സ്നേഹിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോഴൊക്കെ നമ്മൾ അത് പാളിപ്പോ. ഇതൊക്കെ ഒരു നമ്മൾ ചില പൊതുസ്ഥലങ്ങളിൽ പറയാം എന്നുള്ളതിനപ്പുറം വളരെ ഇൻറ്റ്യൂറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതൊന്നുമില്ല. അത് പ്രാക്ടിക്കലല്ല. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. അത് പ്രായോഗികമല്ല. അതങ്ങനെ പ്രായോഗികമാകുന്ന സ്ഥലങ്ങളിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. പ്രൊഡക്ടിവിറ്റിക്ക് എപ്പോഴും പ്രതിഭ ആവശ്യമുണ്ട്, മനുഷ്യയത്നം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു എംപ്ലോയി, നല്ലൊരു പ്രൊഡക്റ്റീവായിരുന്ന ഒരു എംപ്ലോയിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, അവന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവനെ നമ്മൾ, അതൊക്കെ വേറൊരു ഏരിയയാണ്. അതൊക്കെ നമ്മുടെ മനുഷ്യത്വം, നന്മ, അതൊക്കെ ഓരോരുത്തർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ വെറുതെ വണ്ടി ഓടിച്ച് പോകുമ്പം
ഒരു കോഴിക്കുഞ്ഞയിൽ നടന്നുകൊണ്ട് അതിൻ്റെ പുറത്തോട് വണ്ടിയേറ്റി കൊല്ലാണ്ട് പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടൊന്നും അല്ല. അത് ഇൻബിൽറ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി, ഇൻബിൽറ്റായിട്ടുള്ള ക്വാളിറ്റി, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് രാജ്യത്തിലുള്ളവനാണെങ്കിലും ആ ക്വാളിറ്റികൾ കാണിക്കും. അല്ലാത്തത് അങ്ങനെ റിലേഷൻഷിപ്പ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി അതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കുറേ ചോദ്യങ്ങളുണ്ട്. ബിക്കോസ് റീസെൻ്റ്ലി ഐ ജസ്റ്റ് ഡിഡ് വൺ ഓഫ് ദി ഒരു ബിഗ് ബുക്ക് റിവ്യൂ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി ടോക്കിംഗ് അബൌട്ട് എംപ്ലോയീസ്. യുനോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദം. എല്ലാതും അങ്ങനെ തന്നെ. പക്ഷേ ഐ ഓൾസോ ലൈക്ക് സെയിം ലൈക്ക് യു ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു അഗ്രി. ഐ ഓൾസോ ഞങ്ങൾ സിനിമ വിജയിക്കുമ്പോഴേ നിങ്ങൾ സിനിമയുടെ വിജയാഘോഷം കണ്ടിട്ടുണ്ടോ? വിജയാഘോഷത്തിന് ഈ സിനിമയുടെ ലൊക്കേഷനിൽ ചായ കൊടുത്തവൻ മുതൽ പോസ്റ്റർ ഒട്ടിച്ചതുവരെയുള്ള അഭിനേതാക്കൾ, നിർമ്മാതാവ്, സംവിധായകൻ എല്ലാവരുടെയും ഒരു കൂട്ടായ എഫേർട്ടാണ് ഈ സിനിമയുടെ വിജയം എന്ന് എല്ലാവരും പറയും. പരാജയപ്പെട്ട പ്രൊഡ്യൂസറും നടനും ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. കൂട്ടായ പരാജയം ഇല്ല. വിജയം മാത്രമേ കൂട്ടായതുള്ളൂ, പങ്കുവെക്കാനുള്ളതുള്ളൂ. പരാജയപ്പെട്ട ഫ്രണ്ടിൽ കൊടി പിടിച്ച് കിടക്കുന്ന രണ്ടുപേരും തന്നെ അനുഭവിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴിയുമില്ല. ബാക്കിയൊക്കെ തത്വം മാത്രമേ ഉള്ളൂ. Very true. Okay, thank you so much. Ini, apart from that, do you anyone has any kind of questions? Ramesh noട് ചോദിക്കാൻ any questions? രമേശ് ചേട്ടാ, ആരേത്? അശരീരിയോ? ആ കേൾക്കുന്നില്ല, എനിക്ക് ആളെ കണ്ടില്ല. സീരിയസ് ആയിട്ട് മൊലാളി ഒന്ന് എണീറ്റേക്കും. മൊലാളി പറ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തുവാ എന്ന് പറഞ്ഞേ. ബിസിനസ് ട്രക്കുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളതാണ്. പാരമ്പര്യമാണ്, ചുമ്മാ പാരമ്പര്യമാണ്. അല്ലാണ്ട് ഇതൊന്നും ഒന്നും ചെയ്താലൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളത്. അത് ഒളിച്ചു കളിക്കുമല്ലയോ? അല്ലല്ല, അത്ര എനിക്കിതിനു വേണ്ടി ഒന്നും ചെയ്യാനുള്ള സമയമില്ല. ഇടയ്ക്ക് ഇച്ചിരി ഡൈ അടിക്കും. അത് നമുക്ക് മുടി ഇന്ന് മുടി നരച്ചു തുടങ്ങിയാൽ നാളെ തൊട്ട് എല്ലാ ചാനലും HD ദൃശ്യമികവിലായി തുടങ്ങി. അല്ലെ ഒരു 6 മാസം കൂടെ നര കാണാണ്ട് പോയേനെ. ഇത് എനിക്ക് ഇന്ന് ഫസ്റ്റ് മുടി നരച്ച പിറ്റേ ദിവസം തൊട്ട് എല്ലാ ചാനലും കൂടെ പറയണം HD ദൃശ്യമികവിൽ ഇനി എല്ലാം തെളിഞ്ഞ് കാണാമെന്ന്. അതുകൊണ്ട് പോയി ചെയ്തതാണ്. വേറെ അങ്ങനെ മെയിൻ്റനൻസ് ഒന്നുമില്ല. ജിമ്മിൽ പോക്കൊക്കെ കണക്കാണ്, വലിയ കാര്യമായിട്ട് പോകാറൊന്നുമില്ല. തീറ്റ കുറവാണ്, അങ്ങനെ വേണേൽ പറയാം. പെട്രോൾ അടിക്കുന്ന പോലെ എടുക്കുന്ന ജോലിക്കുള്ള തീറ്റ തിന്നാറുള്ളൂ. So it's all natural. ഒരു ആരാധകൻ എന്ന രീതി ചോദിക്കുക. ആരാ? ഇവിടെ ഉണ്ട്. നമസ്കാരം. താങ്ക് യു. ഇപ്പോഴും വീടിന്റെ മുകളിൽ കഞ്ചാവ് വളർത്താറുണ്ടോ? അത് സിനിമയിലല്ലേ? ഇല്ല, അതൊക്കെ വലിയ പാടാ. അങ്ങനത്തെ പരിപാടികളില്ല, പൊതുവേ ഇല്ല. പേടി തന്നെ. പറയൂ. Any other question? ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി. താങ്ക് യു എന്തിന്? കോംപ്ലിമെന്റ്. പെൺകുട്ടി. യെസ്, ഞാൻ ആ പുള്ളി സൗന്ദര്യത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഞാനും തിരിച്ചൊരെണ്ണം വെച്ചേക്കാന്ന് വെച്ചതാ. പറയൂ. സാറിനെ ഈ ഇൻസ്പയർ ചെയ്ത വനിത ഒരാള്, അതിന് കാരണം അങ്ങനെയെങ്കിൽ ഒരു വനിതയ്ക്കുണ്ടാകണം എന്ന് തോന്നുന്ന ക്വാളിറ്റി ഒന്നിൽ കൂടുതലാകാം. I like the question. എന്നെ ഇൻസ്പയർ What's your name, ma'am? വനിത. Babita. Nice question. ഭയങ്കര പാടാ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ ഇൻസ്പയർ ചെയ്യുമല്ല പ്രേമം തോന്നുമായിരുന്നു. ഇൻസ്പയർ ചെയ്ത വനിത എന്നൊക്കെ പറയുന്നത് എന്തായാലും വീട്ടിൽ നിന്നൊന്നും പറയാൻ പറ്റുമല്ലോ. എനിക്കത് ഇത്തിരി കഠിനമാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഒരാളാന്ന് മാത്രം അല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾക്ക് അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ ഓരോരുത്തരല്ലേ. ഞാൻ വളരെ സെൽഫ് മെയ്ഡായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരെ എൻ്റെ ജീവിതത്തിൽ കലയിൽ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരാളിൽ നിന്ന് മാത്രം ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. ഇൻസ്പയർ ചെയ്യപ്പെട്ട വനിത. പിന്നെ വെറുതെ ഇങ്ങനൊരു ചോദ്യം ഉടനെ വേണേ മദർ തെരേസ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. അതിനകത്ത് അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘം പലരാണ് ഇൻസ്പയർ ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ഒരാളിൽ നിന്ന് അങ്ങനെ എനിക്കൊരു ഉത്തരം പറയാൻ പാടായിരിക്കും. ഓക്കെ, ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഒരു വനിതയ്ക്ക് വേണം എന്ന് തോന്നുന്ന ക്വാളിറ്റീസ് പറയാമല്ലോ, അത് കുഴപ്പമില്ല. അങ്ങനെ വനിതയ്ക്ക് വേണമെന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റി ഇല്ല. മനുഷ്യന് വേണമെന്ന് തോന്നുന്ന ക്വാളിറ്റീസ് ആണിനും പെണ്ണിനും വേണമെന്നുള്ളത് എനിക്ക് തോന്നാറുള്ളൂ. വനിതയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റീസ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യർക്ക് പൊതുവെ ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് വനിതയ്ക്കാണേലും പുരുഷനാണേലും ഒരുപോലെ ആകാം എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വനിതയ്ക്ക് വൈഫിന് വേണമെന്ന് തോന്നുന്നേ, വൈഫിന് വേണമെന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റി. ഇപ്പൊ നിങ്ങൾ ഒരു കുടുംബം കലക്കുന്നതിന് എത്ര മേടിച്ചോണ്ടിരിക്കുന്നത്? ശരിക്കും സാധനം ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് മാത്രം കുറച്ച് അതിന്റെ എൻ്റെ വൈഫൊക്കെ അടിപൊളിയാണ്. എനിക്കങ്ങനെ വൈഫിന് അങ്ങനെ എന്തെങ്കിലും ഇനിയൊരു കൂടുതൽ ക്വാളിറ്റി വേണമെന്ന്
തോന്നുന്നില്ല. ഞാൻ വളരെ തൃപ്തനാണ് ഉള്ളതിനകത്ത്. എനിക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരുങ്ങി നടക്കുന്നത് ഇഷ്ടമാണ്. ഇച്ചിരി കൂടെ അവർക്ക് ഒരുങ്ങി നടക്കാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അത് നമ്മുടെ ഫീൽഡിൽ നമ്മൾ കാണുന്നതൊക്കെ എപ്പോഴും ഒരുങ്ങി നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവർ ചിലപ്പം ഒരുങ്ങി നടക്കുന്നത് കുറച്ചും കൂടെ വേണമെങ്കിൽ താല്പര്യമാണെന്ന് പറയാം. അല്ലാതെ എനിക്ക് വലിയ ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല സത്യത്തിൽ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞട്ടോ, എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാനോ? നിങ്ങൾ എൻ്റെ വില കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് പാട്ടൊട്ടും അറിയത്തില്ല. വേണേ ഞാൻ പാടുകയൊക്കെ ചെയ്യും, അതിന് കുഴപ്പമൊന്നുമില്ല. അതോടുകൂടി കഥ കഴിയുമെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടിയല്ലേ ഇതിപ്പോൾ പാടിക്കുന്നേ. പഴയത് വേണോ പുതിയത് വേണോ? പഴയത് മതി. നോ മോർ ക്വസ്റ്റ്യൻസ്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അല്ലേ? എടോ താൻ പാടുവോടോ? ഇല്ല, ഞാൻ പാടില്ല. ഫാത്തിമേ? നോ വേ. ഇല്ലേ? എന്തോ ഒരു ആൾ അല്ല, അത് എണീറ്റ് നിൽക്കണേ കുട്ടി കോട്ടിട്ട് വെച്ചല്ലേ? അല്ല സോറി. അപ്പം പാട്ട് പാടി അവസാനിപ്പിക്കാം. എന്താടോ ചോദ്യം ചോദിക്കുവാനോ? ചോദിക്കൂ. ചോദ്യമാണ്. സാർ ഒരു ആക്ടറാണ്, ഫിലിം ഡയറക്ടറാണ്, ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ എല്ലാം പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്ക് ഇൻസ്റ്റാ പോസ്റ്റ് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. ഭയങ്കര വെറൈറ്റി ആയിട്ട് ക്രിയേറ്റീവായിട്ട് ഇൻസ്റ്റാ പോസ്റ്റുകളിൽ ലാംഗ്വേജസ് വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റുകൾ പൊതുവെ ഇടുന്നതിനകത്ത് ഞാൻ ഈ മിണ്ടുന്ന പോയിന്റ് വരെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിടാറില്ല, ആദരാഞ്ജലികൾ ഇടാറില്ല, ദുഃഖങ്ങൾ പങ്കുവെക്കാറില്ല. ഇതിങ്ങനെ ദുഃഖമൊന്നും പങ്കുവെച്ചിട്ട് കാര്യമായിട്ട് ആർക്കും ആ ഇൻസ്റ്റയിലുള്ള ആർക്കും എനിക്കൊന്നും ചെയ്തു തരാനില്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പം അവർക്കൊരു സന്തോഷം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പ്രകടമായൊരു ഉദ്ദേശമുള്ളൂ. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ അത് എടുക്കുന്ന പോയിന്റ് തന്നെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ മനസ്സിൽ വരും. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിനൊരു തലക്കെട്ട് എന്ന് പറയുന്നത് വരും. നല്ല വെറൈറ്റി ആയിട്ടാണ് ആ തലക്കെട്ട്. ആ തലക്കെട്ടിൽ ഉണ്ടാവുമല്ല. സാധാരണ ഒരു ബർത്ത്ഡേ വിഷസ് എല്ലാവരും ഇടുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞു പോകുന്ന പോലല്ല സാർ ഇടുന്നത്. അതിലുണ്ടാവും അവരോടുള്ള ഓരോ ബന്ധവും. അതിലെന്തേലും ഒരു സാധനം വേണം. എല്ലാരും പറയുന്ന പോലെ പറയണ്ടെന്ന് ഓർത്തിട്ട് ശീലമായി. ഇപ്പൊ പിന്നെ പറയുന്ന പോലെ അല്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഫോർ എക്സാമ്പിൾ മഞ്ജു ചേച്ചിയോടാണെങ്കിലും ചാക്കോച്ചനോടാണെങ്കിലും ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴും ഓരോരുത്തരോടും ഓരോ രീതിയിൽ സ്നേഹം പങ്കുവയ്ക്കുന്നു. അവരുടെ ബർത്ത്ഡേ വിഷസ് ഇടുമ്പോഴാണെങ്കിലും ആ ഒരു സ്നേഹം നമുക്കറിയാം. ഉണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കര ഇത്രയും വലിയ കഥയൊക്കെ എഴുതിയിടാം, നമ്മൾ കണ്ട മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനേക്കാളും അതും ഒരു ചിരി ഒരു വലിയ വികസന പ്രവർത്തനമാണ്. നമ്മുടെ 2 ഇഞ്ചിൻ്റെ ചുണ്ട് 4 ഇഞ്ചാക്കി വികസിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിരിച്ച മുഖത്തോടെ അത് കാണാൻ ആളുകൾക്ക് പറ്റട്ടെ. അത്ര സമയം ആളുകൾക്ക് ഈ വാട്സപ്പിലെ ഓഡിയോ നോട്ടിന് എന്തിനാ സ്പീഡ് വന്നത്? നമുക്ക് അതിനു പോലും സമയമില്ല. നീണ്ട കഥകൾ 2 ഇഞ്ച് സ്പീഡിലിട്ടിട്ട് ഓടിച്ചു വിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്തെ മാനിക്കുന്നതുകൊണ്ടാണ് ഒറ്റ വാക്കിലിടുന്നത്. അല്ലെങ്കിൽ ഒരു 4 വാക്കൊക്കെ എഴുതിയിടാം. നിങ്ങളുടെ സമയത്തിനെ ഞാൻ മാനിക്കുന്നതുകൊണ്ടാണത്. She excites. Now I think we all have to start seeing what you do in Instagram. പാട്ട് പാടാൻ ആ മൈക്ക് ഉള്ളിൽ കൊടുത്തേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയത് പിരിച്ചു വിട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ മാത്രം മോശമായി ആരും പറയണ്ട. നല്ല പരിപാടിയായിരുന്നു. പുള്ളി കയറി കൊളാക്കി എല്ലാവരും നന്നായിട്ട് പാടുന്ന ആളാണോ നിങ്ങളോ? ഞാനല്ല, ഞാനങ്ങും പാടിയൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ട് പറ. പഴയ പാട്ട്. ലജ്ജാവതി തന്നെ ആയിക്കോട്ടെ. പഴയ പാട്ടോ? ആഹാ, ജാസിച്ചേട്ടൻ്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. അല്ല, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണോ പഴയ പാട്ട്? ആരാ പഴയ പാട്ടെന്ന് പറഞ്ഞാൽ? വേറെ ആരോ? അപ്പൊ ലജ്ജാവതിയാണോ ഇപ്പൊ പാടണ്ടേ? അതാണോ വേണ്ടത്? അല്ല, ഞാൻ ചോദിച്ചു. ഇതേ ഭയങ്കര ഓഡിയൻസ് ഭയങ്കര പ്രശ്നമാട്ടോ. പഴയ പാട്ട് എന്നാ? പഴയ പാട്ട് മതി. ഇന്ദ്രവല്ലരി പൂച്ചൂടി ഒരു പറയോ? അറിയാം. കൂടെ പിടിക്കോ? പിടിച്ചോളാം. 3, 4. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നിൽ മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ.
അനുകൂലമുണ്ടോ? അല്ല വേണ്ട നിർത്തിയേക്കാം. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. നന്നായിരുന്നു കേട്ടോ, ഞാൻ നിങ്ങൾ നന്നായിട്ട് പാടി, എന്നെ രക്ഷിച്ചു. ആദ്യമായിട്ട് പാടിയതാ. താങ്ക് യു. ആയിക്കോട്ടെ. അപ്പം ഇനിയും നിങ്ങളുടെ പരിപാടികൾ തുടരും എന്ന് എനിക്കറിയാം. ഗംഭീരമായി തുടരട്ടെ. എല്ലാ നന്മകളും നേരുന്നു. കാണാൻ കഴിഞ്ഞതിൽ, മിണ്ടാൻ കഴിഞ്ഞതിൽ, ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലെല്ലാമുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വിളിച്ചതിന് കേരള വിഷൻ, ഷംനാദ്, എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. Thank you so much, Ramesh. It was a very nice session with you. പോകരുത്. So, അടുത്തതായി ഞാൻ കേരള വിഷൻ ന്യൂസ് MD മിസ്റ്റർ പ്രജേഷ് അച്ചാണ്ടിയെ വിളിച്ചോളുന്നു ഈ വേദിയിലേക്ക് ടു ഓണർ രമേഷ് പിഷാരടി. Thank you very much, everyone. Hope you all enjoyed this session.